ഞാൻ പണം മുടക്കി, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ അഭിനയിച്ച് പടം ഇറക്കാനും എനിക്കറിയാം. ആരാ മനസ്സിലായില്ല? ഡിഗാമ തമ്പുരാന്റെ വിശ്വസ്തനായ താക്കോൽ സൂക്ഷിപ്പുകാരൻ ബറോസ്. ഏറ്റു സാർ, നല്ല പുതുമയുള്ള ഐറ്റം. ബറോസ്, അത് ഞാൻ തന്നെ. ഇവിടം വരെ ഓക്കെ, ഗുഡ് ജോബ്. പക്ഷെ കറന്റ് സ്റ്റാറ്റസ് എന്താണ്? താനെന്ത് ജീവിയാ? തനിക്ക് താനാരാണെന്നും ഞാൻ ആരാണെന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താനാരാണെന്നും ഞാൻ വിരട്ടിയാ മതി. കൊല്ലണ്ട. ഇരുന്ന് പറക്കണ ജെട്ടി മാറിയിട്ട് സൂപ്പർമാന്റെ ജെട്ടിട്ട. അയ്യോ പേടിക്കണ്ട. പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ പിടിച്ചോ. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡിയാണ്. അയ്യോ കഴിഞ്ഞില്ല, ഇനി കൊറേ ഉണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. അവിടെ നോക്കുന്നു. ഇവനാ ഇങ്ങോട്ട് വേണം. He doesn't know me. Hey, you think I'm lying? You just wait. എങ്ങനെയുണ്ടളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു. How dare you talk to me like that? You all fool. പരമാവധി പറഞ്ഞ് പൊലിപ്പിച്ച് നോക്ക്. You crazy buffoon. ഈ തള്ള എന്താണ് പറയണത്? You're crossing the limit. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി ഒന്ന് വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ ആവും. That invisible shit. ഒന്ന് പോടോ കിളവാ. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ. മതിലോ. എന്തിനായിരുന്നു ഈ സിനിമ എടുത്തത്? നിങ്ങളിൽ കുറെ കാശിരിക്കണ അണ്ടെ, നിങ്ങളെ കുറെ കാശുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ലതും ചെയ്യണേ, നമ്മുടെ സമയം കളയാതെ. എന്തിനാ ഇങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് ചോദിച്ചാൽ, ഇത് ഒരിക്കൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു പ്രാവശ്യം മാത്രം ചെയ്യാത്ത, വേറൊരാൾ ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിന്റെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടെയായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നു. 47 വർഷത്തെ എന്റെ സിനിമാ ജീവിതത്തിൽ എന്റെ പ്രേക്ഷകർ നൽകിയ സ്നേഹവും അതിന്റെ ഒരു ഉത്തരവാദിത്തം പോലെ എനിക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഒരു ഗിഫ്റ്റാണ്. എന്റെ പൊന്നോ വേണ്ട. ഒന്നും പറയല്ല, ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങി പോയി. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. നീ ഇറങ്ങിയില്ലടാ? ഇരിക്കാനൊന്നും പറ്റൂല, കണ്ടിരിക്കാനൊന്നും പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി പോകാൻ പോയി. വെറുതെ ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ്. ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. ഈ പറഞ്ഞതിൽ ഒന്ന് മാത്രം അങ്ങ് വിട്ടേക്ക്, സംവിധാനം. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.